നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും, മനസ്സമാധാനമില്ലാത്ത ദിവസങ്ങളായിരിക്കും. ഈ രാത്രിയോടെ എല്ലാം കീഴ്മേൽ മറിയും. നിന്നെ സ്നേഹിച്ചവരെല്ലാം നിന്നെ ഉറപ്പോടെ നോക്കും. നിന്നെ പുകഴ്ത്തി പറഞ്ഞവർക്കൊക്കെ നിന്റെ പേര് കേൾക്കുന്നത് പോലും കലിയായിരിക്കും. നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മോതിരം പോക്കറ്റിലിട്ട് നടക്കുന്ന കൈലാഷ് നാളെ മുതൽ നിന്നെ കണ്ട വഴിമാറി നടക്കും. അതുകൊണ്ട് പാർവതി, ഇന്ന് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. ഈ റൂമില് നീ ഒറ്റയ്ക്കാണെന്നുള്ളൊരു പേടി വേണ്ട. ഒരാളും കൂടി ഉണ്ടാകും ഈ മുറിയില്, അതും ഈ ബെഡില്. അരവിന്ദ്, അവന്റെ തലവരെയും ഈ രാത്രിയോടെ മാറി മറിയും. എവിടെ പോയി? ബാത്റൂമിൽ പോയ പാറുവിനെയും കാണാനില്ല, അവളെ അന്വേഷിച്ച പ്രേംചേട്ടനെയും കാണാനില്ല. നമ്മൾ ഇനി എവിടെ പോയി അന്വേഷിക്കും ചേച്ചി? എനിക്കും അറിയില്ല. അവൾ എന്തോ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുക. അതുകൊണ്ടാ പ്രിയൻ അവളെ അന്വേഷിച്ചു പോയത്. അവള് കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ പ്രേംചേട്ടൻ നമ്മളോട് പറയാതിരിക്കോ? എന്തോ പ്രശ്നമുണ്ട് സൗസു, അത് ഉറപ്പാ. അരവിന്ദ് എവിടെയായിരിക്കും വീണ് കിടക്കുന്നത്? ഓ, കരുണാകരൻ സാറിന് ഈ പണി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. ഡാമറ്റ്, പടിക്കലെത്തിയിട്ട് കല ഉടച്ചെന്ന് പറയുന്നത് ഇതിനാ. മുക്ത മേഡം വരുന്നു. മുക്ത മാഡം, എന്താ മാഡം പാറുവിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. കുറേ സമയമായി. ഞങ്ങള് ബാത്റൂമിൽ പോയി നോക്കി, അവിടെയില്ല. എല്ലായിടത്തും പോയി നോക്കി, ഇവിടെ എവിടെയില്ല. അതുകൊണ്ടാ മുക്ത മാഡത്തിനോട് ചോദിച്ചത്. അവൾ എവിടെ പോകുന്നു, എപ്പോ വരുന്നു എന്നൊന്നും നോക്കലല്ല എന്റെ പണി. മൂക്കുമുട്ട തിന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ അവൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. പോയി നോക്ക്. വാ ജന്തേച്ചി, പോയി നോക്കാം. പാർവതിയെ അന്വേഷിക്കാൻ തുടങ്ങി. പാർവതിയെ കാണാനില്ലെന്ന് അവള് എല്ലാരോടും പോയി പറയും. എല്ലാവരും കൂടെ അവളെ അന്വേഷിച്ചിറങ്ങും. ആദ്യം അവളെ ആ റൂമിൽ നിന്ന് മാറ്റണം. അതിനുശേഷം അരവിന്ദനെ അന്വേഷിക്കാം. ആരാത്? അരവിന്ദാണോ? അരവിന്ദ് എങ്ങനെ ഇവിടെ എത്തി? അരവിന്ദ് തന്നെയാണോ?
എനിക്കിത് കാണണ്ട. എനിക്കിത് കാണാൻ വയ്യ. എനിക്ക് ഈ കാഴ്ച കാണാൻ വയ്യ. എനിക്ക് ഈ കാഴ്ച കാണണ്ട. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കിതിന് എങ്ങനെ മനസ്സ് വന്നു? എങ്ങനെ നിനക്ക് മനസ്സ് വന്നടോ? തോറ്റു പോയല്ലോടാ ഞാൻ. തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നെ. ഞാൻ വല്ലാതെ തോറ്റുപോയി. കരയരുത് മുക്ത, കരയരുത്. കരയേണ്ട നേരമല്ലത്. ഈ റൂമിൽ നടന്നത് ആരും അറിയാൻ പാടില്ല, ഒരിക്കലും അറിയാൻ പാടില്ല. ആരെങ്കിലും കാണുന്നതിന് മുൻപ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. കൈലാഷ്, നിങ്ങളെ തമ്മിൽ അരുതാത്തത് നടന്നാലും നീ എനിക്കുള്ളതാ, ഇവൾക്കുള്ളതല്ല. ഇവൾക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല.